എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ നെക്സോൺ 45 കിലോവാട്ടിൻ്റെ വണ്ടി നമ്മൾ ഹോം ചാർജർ, നമ്മുടെ 3.3 കിലോവാട്ടിൻ്റെ സാധാ ഹോം ചാർജർ വെച്ച് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ മീറ്ററിൽ വരുന്ന റീഡിംഗ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് ഇന്നലെ അവർ വീട്ടിൽ വന്നിട്ട് വലിച്ച ലൈനാണ് ഈ കാണുന്നത്. MCB ഒക്കെ നമ്മളുടെ കൂടെ ആ ബോക്സിൻ്റെ കൂടെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ മീറ്ററിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും 3.3 കിലോവാട്ട് ആണെങ്കിലും അത് വലിക്കുന്ന ലോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.6 കിലോവാട്ടാണ്. എത്ര പെട്ടെന്നാണ് അത് കറണ്ട് വലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കാണിക്കും 2.26 കിലോവാട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കാണാം. നമുക്ക് 11.82 ആംപിയറിലാണ് ഇപ്പോൾ കറണ്ട് എടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു ഹോം സോളാർ വെച്ചിട്ടുള്ളതുകൊണ്ട് വീട് ഫുള്ള് സോളാറിലാണ് ഈ ടൈമിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ഉച്ച ടൈമിൽ ഫുള്ള് വീടൊക്കെ വർക്ക് ചെയ്യുന്നത് സോളാറിലാണ്. അപ്പോൾ ഇപ്പോൾ ഈ വലിക്കുന്നത് കണ്ടോ 2.62 2.63 ആ കിലോവാട്ടാണിപ്പോൾ നമ്മളുടെ വീട്ടിലെ നമ്മുടെ കാറിപ്പോൾ എടുത്തിരിക്കുന്ന ലോഡ്. വീട്ടിലേക്ക് അവർ വലിച്ച ലൈനാണ് ഈ കാണുന്നത്. ഇത് നമ്മളുടെ ആ ടാറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സാണ്. അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതൊക്കെ കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ബോക്സാണ്. എൻ്റെ കേബിള് ഇതാണ്, ചാർജർ. ഇപ്പോൾ വണ്ടി ചാർജിങ്ങിലാണ്. വണ്ടി ചാർജിങ്ങിലിട്ടേക്കാണ്. ചാർജിങ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. %77 ആയിരിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് കുത്തിയിട്ടതാണ്. രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ നമുക്ക് ലോവസ്റ്റ് ടാരിഫാണ് വരുന്നത്. 6 മണി തൊട്ട് 10 മണി വരെ 20% എന്തോ എക്സ്ട്രാ ഉണ്ട്. അതിനുശേഷം 10 ടു മോർണിംഗ് 6 വരെ നോർമൽ ചാർജ്. അങ്ങനെയാണ് ഇതിൻ്റെ ടാരിഫ്, KSEBിയുടെ ടാരിഫ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിപ്പോൾ ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം 6 മണിയാകുമ്പോഴത്തേക്കും ഫുൾ ചാർജ് ആകുമെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.